ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 22 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 23-ാമത്തെ ശ്ലോകം നോക്കാം. യേപ്യന്യദേവതാ ഭക്താ യജന്തേ ശ്രദ്ധയാന്വിതാ തേപി മാമേവ കൗന്ദേയ യജന്ത്യവിധിപൂർവകം. കൗന്ദേയ, ഹേ കുന്തിപുത്ര, യേ ആരാണോ, അന്യദേവതാ ഭക്തി അഭി വിവിധ ദേവതകളെ ഭക്തിയോടുകൂടി, ശ്രദ്ധയാ അന്വിത ശ്രദ്ധയോടുകൂടി, യജന്തേ ആരാധിക്കുന്നത്, തേ അഭി അവരും, മാമേവ എന്നെ തന്നെ, അവിധിപൂർവകം വിധിപ്രകാരം അല്ലാതെയാണെങ്കിലും, യജന്തി ആരാധിക്കുന്നു. ഹേ കുന്തിപുത്രനായ അർജുന, ആരാണോ വിവിധ ദേവതാസങ്കല്പങ്ങളെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ആരാധിക്കുന്നത്, അവരും എന്നെ തന്നെ വിധിപ്രകാരം അല്ലെങ്കിൽ പോലും ആരാധിക്കുന്നു. ഈ ദേവതകളെ ആരാധിക്കുന്നവരും അത് വിധിപ്രകാരമല്ല എങ്കിൽ പോലും അവരും എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. എൻ്റെ പരമാത്മഭാവത്തെ ഉപാസിക്കാതെ, അതായത് പരമാത്മഭാവം എന്ന് പറഞ്ഞാൽ സകല ഗുണങ്ങൾക്കും അതീതനും സകല രൂപങ്ങൾക്കും അതീതനും സകല നാമങ്ങൾക്കും അതീതനുമാണ് ഭഗവാൻ. ഗുണരഹിതനാണ്, രൂപരഹിതനാണ്, നാമരഹിതനാണ്. ഇവയ്ക്കെല്ലാം അതീതനാണ് പരമാത്മസങ്കല്പം. ഒരു നാമത്തിലോ രൂപത്തിലോ ഗുണത്തിലോ ഒന്നും ഒതുങ്ങുന്നതല്ല പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നിർഗുണനും നിരാകാരനും ആയി നമ്മൾ സങ്കല്പിക്കുന്നത്. അതാണ് ആ പരമാത്മഭാവം. ആ പരമാത്മഭാവത്തെ അറിഞ്ഞ് ഉപാസിക്കാതെ വിവിധങ്ങളായ ദേവതാസങ്കല്പങ്ങളെ ഭക്തിയോടും വിശ്വാസത്തോടും ഭജിക്കുന്നവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. എന്നാൽ അവരുടെ ഉപാസന വിധിപൂർവകമല്ല. വിധിപൂർവകമല്ല എന്ന് പറഞ്ഞാൽ അത് മോക്ഷകാരണമാകുന്നില്ല, മുക്തിയെ പ്രാപിക്കുവാൻ ഉതകുന്നതല്ല. കാരണം അവർ ഫലേച്ഛയോടെയാണ് ഈ വിവിധ ദേവതകളെ ആരാധിക്കുന്നത്. ഓരോ ഫലസിദ്ധിക്കും ഓരോരോ ദേവതാസങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫലസിദ്ധി കാക്ഷിച്ചാണ് അവർ ഈ ഓരോ ദേവതകളെ ആരാധിക്കുന്നത്. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണ ബുദ്ധിയോടെയും ഫലേച്ഛ കൈവിട്ടും ചെയ്യുമ്പോഴേ അത് വിധിപ്രകാരമുള്ള ഈശ്വരാർച്ചന ആവുകയുള്ളൂ. ചില പ്രത്യേക ചുമതലകൾ മാത്രം വഹിക്കുന്നവരാണ് ദേവതാസങ്കല്പങ്ങൾ. അവരുടെ ഉത്തരവാദിത്വം ആ മേഖലയിൽ മാത്രമാണ്. അതിന് തക്ക ഫലം മാത്രമേ ആ ദേവതകൾക്ക് നൽകുവാനാകൂ. നിത്യസുഖമോ മുക്തിയോ നൽകാൻ ഈ ദേവതാസങ്കല്പങ്ങൾക്ക് കഴിയില്ല. ഒരു സാധാരണ മന്ത്രിക്ക് അയാളുടെ വകുപ്പിലെ കാര്യങ്ങളെ നോക്കാനാകൂ. എന്നാൽ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ എല്ലാ മന്ത്രിമാരുടെ വകുപ്പുകളിലും അധികാരമുണ്ട്. അതുപോലെയാണ് പരമാത്മഭാവത്തിലുള്ള ഈശ്വരന് എല്ലാ കാര്യങ്ങളിലും അധികാരമുണ്ട്. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുവാനും പ്രാപ്തിയുണ്ട്. എന്നാൽ ഓരോരോ ദേവതാസങ്കല്പങ്ങൾക്ക് അതാത് ദേവതകൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ പ്രസാദിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദേവലോകാധിപനായ ദേവേന്ദ്രൻ്റെ സ്ഥാനം പോലും സ്ഥിരമായതല്ല. ഒരു പ്രത്യേക കാലത്തേക്ക് മാത്രമുള്ളതാണ്.
ആ കാലം കഴിയുമ്പോൾ ഇന്ദ്രപദവി മറ്റൊരാൾക്ക് കൈമാറണം. ഒരു കണക്കിന് മനുഷ്യനാണ് ദേവന്മാരെക്കാൾ ശ്രേഷ്ഠൻ. കാരണം മനുഷ്യജന്മത്തിൽ മാത്രമേ മുക്തിമാർഗമുള്ളൂ. മനുഷ്യജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുകയല്ലാതെ പുതിയ കർമ്മങ്ങളൊന്നും സ്വർഗവാസികളായ ദേവന്മാർക്കില്ല. നരകവാസികൾക്കും അപ്രകാരം തന്നെ. കർമ്മഫലം അനുഭവിച്ച് തീരുമ്പോൾ വീണ്ടും മർത്യനായി ഭൂമിയിലെത്തും. എന്നാൽ ഇപ്രകാരം പുണ്യപാപ ഫലങ്ങൾ നേടാതെ നിഷ്കാമമായി കർമ്മം ചെയ്ത് ബന്ധമകറ്റി മുക്തി നേടാൻ മനുഷ്യനേ കഴിയൂ. അതിനാൽ വിവിധ ദേവതകളെ ഉപാസിക്കുന്നതിന് പകരം നിഷ്കാമമായി നിർഗുണനും നിരാകാരനുമായ, ഇതിനെല്ലാം അതീതനായ, സകല ഗുണങ്ങൾക്കും അതീതനായ പരമാത്മാവിനെ ഉപാസിക്കുന്നതാണ് അഭികാമ്യം. വിവിധ ദേവതാസങ്കല്പങ്ങളെ ഉപാസിച്ച് പ്രീതിപ്പെടുത്തുക വഴി അവർ യജ്ഞഫലം നൽകുന്നു. ഈ ദേവതകൾ അതും പൂർണ്ണമായി ശരിയല്ല. കാരണം ഈ കർമ്മഫലങ്ങൾ നൽകുവാൻ ഈ ദേവതകൾക്ക് അധികാരമില്ല. അവരിലൂടെ ഭഗവാൻ തന്നെയാണ് ഈ ഫലങ്ങൾ നൽകുന്നത്. അപ്പോൾ ഈ ദേവതകളെന്ന് പറയുന്നത് ഭഗവാനും ഭക്തനുമിടയിലുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്. അപ്പോൾ ഈ ദേവതകൾ അനുഗ്രഹം ചൊരിയുന്നു എന്ന് പറയുന്നത് തന്നെ അത് ഭഗവാൻ നൽകുന്ന അനുഗ്രഹം ഈ ദേവതകളിലൂടെ ഭക്തന് ലഭിക്കുന്നു. അപ്പോൾ അവരിലൂടെ, അതായത് ഈ ദേവതകളിലൂടെ ഭഗവാൻ തന്നെയാണ്, അതായത് പരമാത്മചൈതന്യമായ ഭഗവാൻ തന്നെയാണ് ഈ ഫലങ്ങൾ നൽകുന്നത്. അതിനാൽ ഫലത്തെ ഇച്ഛിക്കാതെ സ്വകർമ്മമനുഷ്ഠിച്ച് ഭഗവാനെ നേരിട്ട് ഉപാസിക്കുന്നതാണ് അഭികാമ്യം. അപ്പോൾ യോഗവും ക്ഷേമവും അവിടുന്ന് നൽകും. നിത്യമായ മോക്ഷവും അവിടുന്ന് നൽകും. അതാണ് വിധിപൂർവകമായ ആരാധന. അതിലൂടെ മാത്രമേ മനുഷ്യന് മുക്തിയെ പ്രാപിക്കുവാൻ, ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. തുടക്കത്തിൽ ഒരു ഇഷ്ടദേവതാ സങ്കല്പം നമുക്ക് ആവശ്യമായി വരും. കാരണം ഒരു രൂപവും നാമവും കൂടാതെ നമുക്ക് ഈശ്വരനെ സങ്കല്പിക്കുവാൻ ബുദ്ധിമുട്ടാണ് തുടക്കത്തിലൊക്കെ. അപ്പോൾ നമുക്കൊരു ഇഷ്ടദേവതയെ ആവശ്യമായി വരും. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി ഇതിനെല്ലാം അതീതനായ ഭഗവാനെ അറിയുവാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ ക്രമേണ എല്ലാ സങ്കല്പങ്ങളും ഒരേ ഈശ്വരൻ്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് എന്ന തത്വത്തിലേക്ക് നാം ഉയരണം. എന്നും പ്രൈമറി ക്ലാസ്സിൽ തന്നെ തുടരുന്നതിൽ അർത്ഥമില്ല. എന്നും ക്ഷേത്രത്തിൽ പോവുക, തൊഴുക, വരിക, പ്രൈമറി ക്ലാസ്സിൽ അഥവാ നമ്മുടെ ബാല്യത്തിൽ ചെയ്യുന്നത് തന്നെ നമ്മൾ വാർദ്ധക്യം വരെയും തുടരുന്നതിൽ അർത്ഥമില്ല. ആ പ്രൈമറി ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഉയരണം. ക്ഷേത്രാരാധനയെല്ലാം ശരിക്കും ഒരു പ്രൈമറി ക്ലാസ്സാണ്. അതിൽ നിന്നെല്ലാം അതീതമായ ഈശ്വര ഭാവത്തിലേക്ക്, ആ തത്വത്തിലേക്ക്, അതിനെ അറിയുവാൻ നമ്മൾ ഉയരണം. ആ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ഒന്നും, ഈ പ്രൈമറി ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു ദേവതകളുടെയും ആവശ്യമില്ല. കാരണം ദേവതകൾക്കും ദേവനായ പരമാത്മചൈതന്യത്തെ, ആ തത്വത്തെ അറിഞ്ഞ് ഉപാസിക്കുക, അതാണ് ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഒരു പ്രൈമറി ക്ലാസ് മാത്രമാണ് ഈ ദേവതാ പൂജകൾ, ക്ഷേത്ര ആരാധനകൾ എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് ഇതൊന്നും ഈശ്വരനിലേക്ക് ചെല്ലുന്നില്ല എന്നർത്ഥമില്ല. ഏത് ദേവതയെ ആരാധിച്ചാലും, ഏത് ക്ഷേത്ര സങ്കല്പത്തെ ആരാധിച്ചാലും അതെല്ലാം ഈശ്വരനിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. പക്ഷെ അതൊരു പ്രോപ്പർ വേ അല്ല എന്ന് മാത്രം. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നാണ്
പറയുന്നത്. അതായത് ആകാശത്ത് നിന്നും പതിക്കുന്ന ജലം എപ്രകാരം സാഗരത്തിലെത്തിച്ചേരുന്നതോ, മലനിരകളിലും സമതലങ്ങളിലുമെല്ലാം വന്ന് പതിക്കുന്ന, ആകാശത്തിൽ നിന്നും പതിക്കുന്ന ഈ ജലം അവസാനം എത്തിച്ചേരുന്നത് സമുദ്രത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ ഏത് ദേവതാസങ്കല്പത്തെ ആരാധിച്ചാലും ഉപാസിച്ചാലും അതെല്ലാം എത്തിച്ചേരുന്നത് ഒരേ ഈശ്വര ചൈതന്യത്തിലാണ്. അപ്പോൾ അത് കുറച്ച് വൈകും എന്ന് മാത്രം. നേരിട്ട് സമുദ്രത്തിൻ്റെ മുകളിൽ മഴ പെയ്യുമ്പോൾ ആ ജലത്തുള്ളികൾ സമുദ്രത്തിൽ നേരിട്ടെത്തും. അതേസമയം ഹിമാലയ പർവ്വതത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള പർവ്വതനിരകളിലാണ് വീഴുന്നതെങ്കിൽ അവിടുന്ന് വളരെ കാലം കൊണ്ട് പല തടസ്സങ്ങളും മറികടന്ന് വേണം സമുദ്രത്തിലെത്താൻ എന്ന് പറഞ്ഞതുപോലെ ഈ ദേവതാസങ്കല്പങ്ങളിലൂടെ കടന്നു വരുമ്പോൾ കാലം കുറേ കഴിയും. അതുകൊണ്ട് നേരിട്ട് പരമാത്മചൈതന്യത്തെ തന്നെ ഉപാസിക്കുന്നതാണ് അഭികാമ്യം എന്ന് ഭഗവാൻ പറയുന്നു. എന്ന് വച്ച് ഈ ദേവതാസങ്കല്പങ്ങളെ ആരാധിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല, ആ ആരാധനയും ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരും. പക്ഷേ കുറച്ച് സമയമെടുക്കും എന്ന് മാത്രം. അതുപോലെ എൻ്റെ സങ്കല്പം മാത്രമാണ് ശരി, എൻ്റെ ദേവതാസങ്കല്പമാണ് ശരി എന്ന ചിന്തയിൽ നിന്നും മനുഷ്യന് ഉയരണം. കാരണം സകല ദേവതകളും സകല ദേവതാസങ്കല്പങ്ങളും ഈശ്വരൻ്റെ ഭാവങ്ങൾ തന്നെയാണ് എന്ന് അറിഞ്ഞു വേണം നമ്മൾ ഉപാസിക്കുവാൻ. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.